അതായത് മഹാനരായ ശംസുൽ ഉലമയുടെ അന്നത്തെ നിലപാടായിരുന്നു ശരി എന്നത് നിങ്ങൾക്ക് വരെ അംഗീകരിക്കേണ്ടി വന്നു. എവിടേക്കാണ് ഈ പോക്ക്? അസില് പരിശോധിക്കണം. അസില് പറഞ്ഞ സംഘടനന്റെ അസില്. ആ അസില് നഷ്ടപ്പെട്ടത് ശംസുൽ ഉലമയോട് എതിര് ചെയ്തത് കൊണ്ടാണ്. ശംസുൽ ഉലമ എടുത്ത നിലപാടായിരുന്നു ശരി, അത് മാത്രമായിരുന്നു ശരിയെന്ന് ലോകം കാണില്ലേ? ശംസുൽ ഉലമയുടെ അന്നത്തെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അത്? പിന്നെ ഞങ്ങൾ സുന്നികൾ തമ്മിൽ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട്. അത് കണ്ട് ഞങ്ങൾ വയ്യാളെ കൂടെ ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരിൽ ആര് ശബ്ദിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, അരുതെന്നയൽപാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അരുതെന്നയൽപാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശൈഖുന എ.പി. ഉസ്താദിനോടും പേരോട് ഉസ്താദിനോടും പൊന്മള ഉസ്താദിനോടുമുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് അവരെ എങ്ങനെ സമൂഹത്തിനിടയിൽ ഇടിച്ചു താഴ്ത്തണം എന്ന് മാത്രം ചിന്തിക്കുന്ന കുരുവട്ടൂരി നൗഷാദ് അവരെ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമത്തിനിടയിൽ മഹാന്മാരായ ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും എന്തിനേറെ പറയണം അള്ളാഹുവിനെ വരെ തരം താഴ്ത്താനും ഇടിച്ചു താഴ്ത്താനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശൈഖുന കാന്തപുരം ഉസ്താദും താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും 1989 സമസ്ത പുനർസംഘടിപ്പിക്കുകയും അതിന്റെ പ്രസിഡന്റായി താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും സെക്രട്ടറിയായി ശൈഖുന കാന്തപുരം ഉസ്താദും നിലവിൽ വന്നു. താജുൽ ഉലമ അന്ന് പറഞ്ഞത് ഞാൻ ആരെയും കണ്ടിട്ടല്ല, ഇന്നും ശൈഖുന കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്തയാണ് ഹക്കായ സമസ്ത, അതിൽ ഉറച്ചു നിന്നോളണം എന്ന് CM വലിയുള്ളാഹി പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശൈഖുന കാന്തപുരം ഉസ്താദിനെയും താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെയും തരം താഴ്ത്താൻ വേണ്ടി അത് വ്യാജ സമസ്തയാണെന്ന പൊയ്വടിയുമായിട്ടാണ് അവൻ ഇറങ്ങിത്തിരിച്ചത്. അതിനുവേണ്ടി CM വലിയുള്ളാഹിയെയും അള്ളാഹുവിനെയും ഇടിച്ചു താഴ്ത്താനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കശ്ഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായപ്പോ അള്ളാഹ് അവന്റെ ഔലിയാക്കന്മാരെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഇൽമ് ഇതെങ്ങനെ പേക്കണമെങ്കിൽ അള്ളാഹ്ക്ക് പേക്കണ്ടേ? അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോ ഓനെന്താ ബോധമല്ലാതെ അറിയിച്ചു കൊടുക്കരുത്? കേട്ടല്ലോ സഹോദരങ്ങളെ, ഔലിയാക്കൾ പറയുന്ന വർത്തമാനങ്ങളും അവർ തോന്നിയത് പറയുന്നവരല്ല. അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന അറിവുകളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലക്ക് പിഴച്ചാൽ മാത്രമേ ഔലിയാക്കൾക്ക് പിഴക്കുകയുള്ളൂ. അല്ലാഹു ബോധമില്ലാത്ത അവസ്ഥയിലല്ല അല്ലാഹു ഔലിയാക്കളുടെ ഹൃദയത്തിലേക്ക് ഓരോ അറിവുകളും ഇട്ടുകൊടുക്കുന്നത്. അഥവാ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെയും എ.പി. ഉസ്താദിനെയും ഞാൻ ദീന് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ സമസ്തയാണ് ഹക്കായ സമസ്ത, അതിൽ അടിയുറച്ചു നിന്നോളണം എന്ന് അല്ലാഹു തആല CM വലിയുള്ളാഹിയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് പിഴക്കുകയില്ല എന്നാണ് നൗഷാദ് മട്ടൂരി പറഞ്ഞിട്ടുള്ളത്. മടവൂർ ശൈഖുന കശ്ഫ് കൊണ്ട് സംസാരിച്ച ആളാ. അതുകൊണ്ടാണ് കോമാട്ടിജാലിൽ അബ്ദുള്ള തന്നെയും പറഞ്ഞത്, എന്റെ വാപ്പ CM വലിയുള്ളാഹിയുടെ അടുക്കൽ പോയപ്പോൾ ഞാൻ ദീൻ പറയാൻ കുഞ്ഞിക്കോയ തങ്ങളെയും എ.പി. ഉസ്താദിനെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് CM വലിയുള്ളാഹി നേരിട്ട് വാപ്പയോട് പറഞ്ഞിരിക്കുന്നു. അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയാം, സമസ്തയിൽ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുതുബുൽ പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച്
പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ. ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുത്ബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. കേട്ടല്ലോ സഹോദരങ്ങളെ. അപ്പൊ CM വലിയുല്ലാഹിയുടെ വാക്ക് പിഴക്കുകയില്ല. അത് പിഴക്കണമെങ്കിൽ അള്ളാഹ്ക്ക് പിഴക്കണം എന്നാണ് നൗഷാദും കോമാട്ട് ജാലിൽ അബ്ദുള്ളയും വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് നൗഷാദ് പറയുന്ന മറ്റൊരു വീഡിയോ കേൾക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നിങ്ങളുമായി ഒരു ബന്ധവും അതിനില്ല. ഷെയ്ഖുന എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് കാലത്ത് വഫാത്തായി പോയ താജുൽ ഉലമനെ പോലുള്ളവർ അവർ അതിൽ നിന്ന് വ്യതിചലിക്കാതെ രക്ഷപ്പെട്ടു പോയി. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അത് മുഴുവനും നാശാക്കി ഇവിടെ ബിദ്അത്തിന്റെ വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നേരത്തെ ഷെയ്ഖുന പറഞ്ഞ വാക്കാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സംഘടന വളർത്താനോ കാശ് ഉണ്ടാക്കാനോ ഒരു വകുപ്പും നിങ്ങൾക്കില്ല. കേട്ടല്ലോ സഹോദരങ്ങളെ. ആദ്യമൊക്കെ നൗഷാദ് പറഞ്ഞിരുന്നത് CM വലിയുല്ലാഹി അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടില്ല എന്നായിരുന്നു. എന്നാൽ താജുൽ ഉലമയുടെ വാക്കുകളും ഇവന്റെ ഷെയ്ഖായ കോമാട്ട് ജാലിൽ അബ്ദുള്ളയുടെ വാക്കുകളും നമ്മൾ കേൾപ്പിച്ചപ്പോ ജനമധ്യത്തിൽ ഇനിയും CM വലിയുല്ലാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ വഷളാകുമെന്ന് ബോധ്യപ്പെട്ട നൗഷാദ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ CM വലിയുല്ലാഹി പറഞ്ഞിട്ടുണ്ടെങ്കിലും താജുൽ ഉലമ വഫാത്തായതോടുകൂടി CM വലിയുല്ലാഹിയുടെ വാക്ക് പിഴച്ചുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദും സമസ്തയും പിഴച്ചതാണ്, വ്യാജമാണ്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അടക്കമുള്ള സമസ്തയിലുള്ള സർവ പണ്ഡിതന്മാരും പിഴച്ചുപോയിരിക്കുന്നു, വഹാബികളായിരിക്കുന്നു. താജുൽ ഉലമ ഉണ്ടാക്കിയ സമസ്ത വ്യാജമാണെന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. താജുൽ ഉലമയ്ക്ക് ശേഷം ആ സമസ്ത പേച്ചുപോയിരിക്കുന്നു, അത് വ്യാജമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും CM വലിയുല്ലാഹിയുടെ വാക്ക് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരേണ്ടതില്ല. കാരണം താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം CM വലിയുല്ലാഹിയുടെ വാക്ക് പിഴച്ചുപോയിരിക്കുന്നു. CM വലിയുല്ലാഹിക്ക് പിഴക്കണമെങ്കിൽ അള്ളാഹ്ക്ക് പിഴക്കണമല്ലോ. അങ്ങനെയാണല്ലോ നൗഷാദ് വട്ടൂരി പറഞ്ഞത്. അപ്പൊ അല്ലാഹു തആലാക്കും CM വലിയുല്ലാഹിക്കും പിഴച്ചു പോയിരിക്കുന്നു എന്നാണിപ്പോൾ നൗഷാദിന്റെ പിഴച്ചവാദം. അങ്ങനെയല്ല നൗഷാദിന്റെ വാദമെങ്കിൽ താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം ഷെയ്ഖുന കാന്തപുരം ഉസ്താദും അനുയായികളും പിഴച്ചു പോകും. അപ്പോൾ ദീൻ പറയാൻ വേണ്ടി നൗഷാദ് വട്ടൂരിയെയും കോമാട്ട് ജാലിൽ അബ്ദുള്ളയെയും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ തെളിവ് നൗഷാദ് ഹാജരാക്കേണ്ടതാണ്. അങ്ങനെ CM വലിയുല്ലാഹി പറഞ്ഞിട്ടില്ല, തെളിയിക്കാനിട്ട് സാധ്യവുമില്ല. അപ്പോൾ നൗഷാദിന്റെ വാദമനുസരിച്ച് ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന് പിഴക്കാത്തത് കൊണ്ട് CM വലിയുല്ലാഹിയുടെ വാക്കുകൾ പഴച്ചില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അള്ളാഹുവിന് പിഴച്ചുപോയി. അതുകൊണ്ട് തന്നെ CM വലിയുല്ലാഹിക്കും പിഴച്ചുപോയി. കാരണം ഷെയ്ഖുന കാന്തപുരം ഉസ്താദും അനുയായികളും പിഴക്കുമെന്ന്, വഹാബിസത്തിലേക്ക് പോകുമെന്ന് അല്ലാഹു തആല അറിയാതെ പോയി. അവിടെ അള്ളാഹു ബോധരഹിതനായി പോയി എന്നാണ് നൗഷാദ് അവന്റെ വാദമനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഈ പിഴച്ച കുരുവട്ടൂരികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആലാക്ക് പോലും പിഴച്ചു എന്ന ഈ വാദം കുഫ്രിയത്തിലേക്കുള്ള വാദമാണ്. ഇവരുടെ ശർറിനെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.